நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മേ, രുദ്രജപയാഗം പൂർത്തിയായിരിക്കുന്നു. ഈ മാല വെച്ച് ആ ദുഷ്ടശക്തിയെ നശിപ്പിക്കേണ്ട സമയമാണിത്. എങ്ങനെയാണ് അവൻ പുറത്തു കിടന്നത്? എന്റെ മാന്ത്രിക വലയം മറികടന്ന് എങ്ങനെ അവൻ പുറത്തു വന്നു? എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൻ എന്തോ ചെയ്ത് എന്റെ മാന്ത്രിക വലയം ഭേദിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാൾ കേമനാണ് അവൻ. എന്തെങ്കിലും ഉടനെ ചെയ്തവനെ നശിപ്പിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അവൻ ആത്മാവിനെ കണ്ടുപിടിക്കും. അത് അനുവദിച്ചുകൂടാ. വിടില്ല ഞാൻ അവനെ. നീ എന്നെ നശിപ്പിക്കുമോ അതോ ഞാൻ നിന്നെ നശിപ്പിക്കുമോ എന്ന് ഇന്ന് നമുക്ക് തീരുമാനിക്കാം. ഇപ്പൊ എന്താണെന്നിട്ട് എല്ലാരും മുഖം ഇങ്ങനെ വിളറിയിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മോളെ നിർമ്മലേ, ഏയ് ഇതെന്തിനാ നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നേ? ഇന്ന് പരിഹാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ, അവിടെ ചെന്നാ എപ്പോ വേണമെങ്കിലും പരിഹാരം ചെയ്യാലോ. അങ്ങനെയല്ല നല്ലൊരു കാര്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയില്ലേ? എന്ത് ചെയ്യാനാ മോളെ, ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്ന പോലെ അല്ലല്ലോ. ഇനി നല്ലൊരു ദിവസം നോക്കി പരിഹാരം ചെയ്തതെല്ലാം ശരിയാവൂല്ലോ. ഇല്ല ഏട്ടാ, ഇതിൽ എന്തോ കുഴപ്പമുണ്ട്. നിനക്ക് എന്താ കൽപ്പന? നീയോ പേടിച്ചു? ആവശ്യമില്ലാതെ ബാക്കിയുള്ളവരെ കൂടെ പേടിപ്പിക്കാ. നോക്ക്, നന്ദ പറഞ്ഞതല്ലേ, ഇനി നല്ലൊരു ദിവസം നോക്കി പരിഹാരം ചെയ്യാം. അപ്പൊ പ്രശ്നമെല്ലാം തീർന്നില്ലേ? അല്ലേ നന്ദ? ആ അത് മതി അച്ഛാ. ചേച്ചി, അച്ഛൻ പറയുന്നതിലും കാര്യമില്ലേ. ഇന്ന് പരിഹാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ, വേറെ ദിവസം ചെയ്താ പോരെ? അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. ഛേ, എല്ലാവരോടും സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി ഞാനിങ്ങനെ വളരെ ആഗ്രഹത്തോടെ ഓടി വന്നപ്പോ എല്ലാവരുടെയും മോന്ത ഒരുമാതിരി ഇരിക്കുന്നു. സന്തോഷമുള്ള കാര്യം അതെന്താ അച്ഛാ? ബാങ്കിൽ നമ്മൾ ലോണിന് അപ്ലൈ ചെയ്തിരുന്നില്ലേ? ആ ലോൺ സാങ്ഷനായി നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വന്ന് ഞാനതെല്ലാം ക്യാഷായി വിഡ്രോ ചെയ്ത് എടുത്തോണ്ടിതാ വന്നിരിക്കുന്നു. കൈ നിറയെ കാശ്, കൈ നിറയെ നോട്ട്,
കെട്ടുകെട്ടായിരിക്കുന്നു എല്ലാം നമ്മുടെ ഭാഗ്യം. എങ്ങനെയുണ്ട്? അച്ചാ എനിക്ക് ഷട്ടിൽ ബാറ്റ് അച്ചാ എന്നെ പാട്ട് ക്ലാസ്സിന് ചേർക്കുന്നു പറഞ്ഞില്ലേ? എപ്പോഴാ എന്നെ ചേർക്കാ? പാട്ട് ക്ലാസ് നിന്റെ തലയിൽ ഇനി എന്ന് മുടി വരുന്നു അന്ന് മാത്രമേ ഷട്ടിൽ ബാറ്റ് കിട്ടൂ. നീ എന്ന് പാട്ട് പാടൽ നിർത്തുന്നോ അന്ന് നിനക്ക് പാട്ട് ക്ലാസ്. ഇതാണ് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നന്ദ ചോദിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയൊക്കെ പിന്നെ. ഇതാ നന്ദ, ഇത് 10 ലക്ഷം ഉണ്ട്. ഓപ്പറേഷന് വേണ്ടി പണം ചോദിച്ചിരുന്നില്ലേ? ഇന്നാ. ശരി അച്ഛാ, താങ്ക് യു. എന്നോട് നിന്നാണ് താങ്ക്സ് ഒക്കെ. ഇത് ആദ്യം തന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കിട്ടിയിട്ട് വാ. ശരി അച്ഛാ. അല്ലടാ, ഈ പണം കടമായിട്ടല്ലേ കൊടുക്കുന്നത്? തിരിച്ചു കിട്ടൂലല്ലേ? അമ്മേ, കണ്ടില്ലേ നിന്റെ അമ്മ ഓരോ കാര്യത്തിൽ ഉത്തരവാദിത്തം കാണിക്കുന്നത്. പിന്നെ 10 ലക്ഷം രൂപയ്ക്ക് എന്താ ഒരു വിലയും ഇല്ലേ? അമ്മേ, ചെയ്യുന്ന സഹായത്തിനൊക്കെ എന്തെങ്കിലും തിരിച്ചു കിട്ടും. ഈ കാശും ഉറപ്പായിട്ടും തിരിച്ചു വരും. അമ്മയുടെ കാര്യം വിടറാ. അവൾ എപ്പോഴും ഇങ്ങനെ വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കും. നീ ആദ്യം പോയി പണം അടയ്ക്കാൻ നോക്ക്. ശരി അച്ഛാ, ഞാൻ ഇറങ്ങാം. ഒരു മിനിറ്റ്. നീയേ ഈ പണം ഈ കവറിനകത്താക്കി ബാഗിനകത്ത് വെച്ചോണ്ടു. സൂക്ഷിക്കണേ. ഓക്കെ അച്ഛാ. കള്ളന്മാരുടെ ബഹളാണേ. അങ്ങനെ നോക്കണ്ട, തിരിച്ചു വരും. മനസ്സിലായോ? ശരിടാ, സൂക്ഷിച്ചു. അച്ഛാ എനിക്ക് ഷട്ടിൽ ബാറ്റ് വേണോ അച്ഛാ? മുടി വളരുന്നതനുസരിച്ച് മൊട്ടയടിക്കും, പറഞ്ഞേക്കാം. അച്ഛാ പ്ലീസ് അച്ഛാ, പാട്ട് ക്ലാസ് അച്ഛാ. കഥാപ്രസംഗത്തിന് എന്തിനാ മോളെ പാട്ട് ക്ലാസ്? ഹലോ, ഞാൻ ഫൈനാൻസിൽ നിന്നാണ് വിളിക്കുന്നത്. പറയടാ. അല്ല മോനെ, നമ്മുടെ കടയിൽ നിന്ന് കളവ് പോയ സ്വർണ്ണം എല്ലാം തിരിച്ചു കിട്ടി. തിരിച്ചു കിട്ടിയതിൽ നിങ്ങളെ ചെയിനുണ്ട്. സത്യമാണോ ചേട്ടാ? ശരിക്കും കിട്ടിയോ? അതെ മോനെ, എത്രയും പെട്ടെന്ന് നീ കടയിൽ വന്നിട്ട് ആ ചെയിന് വാങ്ങിച്ചോണ്ട് പോയിക്കോ. ശരി ചേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ വരാം. താങ്ക്സ്. യെസ്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി എന്നാ. നമസ്കാരം ചേട്ടാ. ഇരിക്കും മോനെ. ചെയിൻ തിരിച്ചു കിട്ടിയല്ലേ? അതെ മോനെ, 2 ദിവസം മുമ്പാണ് നമ്മുടെ പോലീസുകാർ ആ കള്ളനെ പിടിച്ചത്. ഇന്ന് ഫോൺ ചെയ്ത് ആ സ്വർണ്ണം എല്ലാം തിരിച്ചു തന്നു. അതൊന്നും സാരമില്ല ചേട്ടാ, ചെയിൻ എടുത്തേ. ഓക്കെ മോനെ. ആ ബില്ലും പണവും തന്ന സ്വർണം തിരിച്ചു അതൊക്കെ കയ്യിലുണ്ട്. ചെക്ക് ചെയ്ത് നോക്ക്. ഒന്ന് ചെക്ക് ചെയ്യട്ടെ. സർ, ചെയിൻ നിങ്ങളുടെ ചെയിൻ തന്നെയാ മോനെ. മനസ്സിലായി ചേട്ടാ. എന്തായാലും വലിയ ഉപകാരം. ഓക്കെ, താങ്ക് യു. ഞാൻ ഇറങ്ങട്ടെ. നന്ദ, എന്താ ബോസ്? അത് പിന്നെ തന്റെ ചെയിൻ എന്തുപറ്റി? വരാൻ ഇനിയും താമസിക്കുമെന്ന് പറയാനാണോ? ഇപ്പൊ എവിടെയാ? ഡൽഹിയിലാണോ അതോ ലണ്ടനിലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാണോ? അയ്യോ, ആദ്യം ഞാനൊന്ന് സംസാരിക്കട്ടെ. ശരി, പറ. അല്ല, ഇപ്പൊ എവിടെയാ ഉള്ളേ? ഞാൻ പുറത്താ ഉള്ളത്. ശരി, എന്നാ വേഗം അനാഥാലയത്തിലേക്ക് വാ. ഞാൻ അവിടെ ഉണ്ടോ? അനാഥാലയത്തിലേക്കോ? ഏത് അനാഥാലയം? ഇങ്ങനെ അഭിനയിക്കല്ലേ. കാര്യങ്ങളൊക്കെ എനിക്കറിയാം. താൻ വളർന്ന അതേ അനാഥാലയത്തെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞത്. വേഗം വരാൻ നോക്ക്. അത് മാത്രമല്ല, ഈ ചെയിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാ വേണ്ട, താനാദ്യം വായോ. നേരിൽ കണ്ടാലേ അത് തനിക്ക് തന്നെ മനസ്സിലാവൂ. ശരി, വേഗം വരാൻ നോക്ക്. ബൈ. പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നോ? എന്താണോ എന്തോ. ശരി, എന്തായാലും അവിടെ ചെന്ന് നോക്കാം. കാര്യമായിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്.
ഇവിടെയാണോ നിന്റെ വാസസ്ഥലം? ഇത് മതി. ഇതേ സ്ഥലത്ത് വെച്ച് ഇന്ന് രാത്രി നിന്നെ നശിപ്പിക്കും. അതിനുശേഷം ഞാൻ തേടി വന്ന ആത്മാവിനെയും